ഇന്ന് ലോകം ഒരു വലിയ അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. ഇസ്രായേലും ഇറാനും തമ്മിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേരിട്ടുള്ള യുദ്ധവും അതിൽ അമേരിക്കയുടെ പങ്കും കേവലം ഭൂപടത്തിലെ അതിർത്തി തർക്കങ്ങളല്ല, മറിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വലിയൊരു ദുരന്തമാണ്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പ്രത്യാശാസ്ത്രപരമായ ഭിന്നതകളും ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ആശങ്കകളും പ്രാദേശിക സ്വാധീനം ഉറപ്പിക്കാനുള്ള പോരാട്ടങ്ങളുമാണ് ഈ രാജ്യങ്ങളെ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നത്. അമേരിക്ക തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കും സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും മുൻഗണന നൽകി ഈ വിഷയത്തിൽ ഇടപെടുന്നു. എന്നാൽ ഈ രാഷ്ട്രീയ ചതുരംഗക്കളിയിൽ വിസ്മരിക്കപ്പെടുന്നത് സാധാരണക്കാരായ മനുഷ്യരെയാണ്. സൈനിക താവളങ്ങളിലേക്കെന്ന പേരിൽ അയക്കുന്ന മിസൈലുകൾ പലപ്പോഴും പതിക്കുന്നത് സാധാരണക്കാരുടെ വീടുകളിലാണ്. യുദ്ധപ്രഖ്യാപനങ്ങൾ നടക്കുമ്പോൾ ഒരു ആയുസ്സിന്റെ സമ്പാദ്യവും സ്വപ്നങ്ങളും നിമിഷ നേരം കൊണ്ട് തകരുന്നത് നാം കാണുന്നു. സൈറനുകൾ മുഴങ്ങുമ്പോൾ ബങ്കറുകളിലേക്ക് ഓടിവരുന്ന കുട്ടികളും തങ്ങളുടെ മക്കളെ നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്ന മാതാപിതാക്കളും ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ ഇരകളാണ്. അധികാര കൈമാറ്റത്തെക്കാൾ ഭീകരമാണ് ഒരു ജനത അനുഭവിക്കുന്ന ഈ മാനസിക ആഘാതം. ഈ പോരാട്ടം പശ്ചിമേഷ്യയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇന്ധനവില കുതിച്ചുയരുന്നതിലൂടെ നമ്മുടെ അടുക്കളകളിലേക്കും ഇത് ബാധിക്കുന്നു. ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വ്യവസ്ഥയെ ഇത് തകിടം മറിക്കുന്നു. അതിലുപരി മനുഷ്യർക്കിടയിൽ വിദ്വേഷത്തിന്റെ മതിലുകൾ പണിയാൻ ഇത്തരം യുദ്ധങ്ങൾ കാരണമാകുന്നു. യുദ്ധം ഒരിക്കലും ഒരു പ്രശ്നത്തിനും ശാശ്വതമായ പരിഹാരമല്ല. ആയുധങ്ങൾ കൊണ്ട് നേടുന്ന വിജയത്തെക്കാൾ വലുതാണ് സമാധാനത്തിലൂടെ നിലനിർത്തുന്ന മനുഷ്യത്വം. മിസൈലുകളല്ല, മറിച്ച് നയതന്ത്ര ചർച്ചകളാണ് ഇന്നിന്റെ ആവശ്യം. ചോര പുഴകളില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു പുലരിക്കായി നമുക്ക് പ്രത്യാശിക്കാം.